ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ എന്താണെന്നറിയോ ചെയ്യാൻ പോണത്, പണ്ടത്തെ ആൾക്കാരെ ഫേവറേറ്റ് കറിയാണ് കേട്ടോ. പണ്ടത്തെ മാത്രമല്ല, ഇപ്പോഴും എനിക്കും ഏട്ടനും എൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട കറിയാണ് കേട്ടോ. നമ്മുടെ പാലക്കാട്ടുകാരുടെ സ്വന്തം പൂളക്കിഴങ്ങും മുരിങ്ങയാണ് കേട്ടോ കറി വയ്ക്കാൻ പോകുന്നത്. അപ്പം ഇതിന് ഞങ്ങൾ പാലക്കാട്ടുകാർ പൂളക്കിഴങ്ങെന്നാണ് കേട്ടോ പറയുക. നിങ്ങൾ എന്താണ് പറയുക എന്നുള്ളത് പറയണേ. അതിന് കപ്പ എന്നുണ്ട്, കൊള്ളിന്നുണ്ട്, അങ്ങനെ പലതരം പേരുകളുണ്ടല്ലോ. ഞങ്ങൾ ഇവിടെ എല്ലാവരും പറയണത് പൂളക്കിഴങ്ങെന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അരച്ച് നീട്ടാതെ കാര്യത്തേക്ക് കിടക്കാം. അപ്പം ആദ്യം പൂളക്കിഴങ്ങ് ഒരു പാത്രത്തിൽ ഇടുന്നു കേട്ടോ. ആദ്യം പൂളക്കിഴങ്ങ് നല്ലപോലെ വേകട്ടെ. എന്നിട്ട് ഇതിൽ അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറിക്ക് ആവശ്യമായിട്ടുള്ള മൊത്തം വെള്ളവും ഞാനിപ്പോൾ ഇതിൽ ചേർത്തുന്നുണ്ട്. ഇതിലോട്ട് ഒരു പൊട്ടെന്നല്ല, ഒരു പൊടിക്ക് മഞ്ഞപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് വേകാൻ വയ്ക്കാം. അപ്പോൾ ഞാൻ ഇതിലോട്ട് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് വെന്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് മുരിങ്ങ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പം നമ്മുടെ കിഴങ്ങ് ഇവിടെ നല്ലപോലെ വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് വെളുത്തുള്ളി ചതച്ചത്, ഒരു സ്പൂൺ മല്ലിപ്പൊടി, ഒരു 3/4 സ്പൂൺ മുളക് പൊടി, ഒരു സ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 സ്പൂൺ ജീരകപ്പൊടി, ഒരു സ്പൂൺ ഉപ്പ്. ഇതിൻ്റെ പച്ചമണം പോകണത് വരയ്ക്ക് ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ഇതിലോട്ട് മുരിങ്ങയിട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ സാധനം നല്ലപോലെ സെറ്റായിട്ടുണ്ട്, പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലോട്ട് മുരിങ്ങയില ചേർത്ത് കൊടുക്കാൻ പോകണേ. ഇത് മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലതുപോലെ കഴുകി വെച്ച മുരിങ്ങയിലയാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ട് കഴുകിയാൽ നല്ലപോലെ എല്ലാ ഇലയും നനഞ്ഞ് കിട്ടും. ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ കടുക് താളിക്കൊന്നും ചെയ്യില്ല കേട്ടോ. ലാസ്റ്റ് നമ്മൾ ഒരല്പം പച്ച വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ഒരല്പം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കിയിട്ട് ഇറക്കി വയ്ക്കാം. കറി റെഡിയായി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.